പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 മാർച്ച് മാസം 3-ാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2ാം ഘട്ടത്തിലുള്ള കോവിഡ് വാക്സിൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാവുകയോ അതല്ലെങ്കിൽ 45 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള രോഗികളായ നിത്യരോഗികളായ കിഡ്നി രോഗം, അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗം, അത്തരത്തിലുള്ള മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കാണ് 2ാം ഘട്ടത്തിൽ വാക്സിൻ എടുക്കാൻ സാധിക്കുന്നത്. ഇതിനായി ഓൺലൈനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് കോവിഡ് വാക്സിൻ എടുക്കേണ്ട ഡേറ്റും സമയവും അതോടൊപ്പം തന്നെ സ്ഥലവും രേഖപ്പെടുത്തിയ ഒരു ടോക്കണും ലഭിക്കും. ഈ ടോക്കണായിട്ടാണ് നിങ്ങൾ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആദ്യ ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് 28 ദിവസം പൂർത്തീകരിച്ചാൽ രണ്ടാമത് ഒരു ഡോസ് എടുക്കേണ്ടതുണ്ട്. തുടർന്ന് 14 ദിവസം പൂർത്തീകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ കോവിഡിനെതിരെയുള്ള ഒരു പ്രതിരോധം രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്ന സമയത്ത് 2ാം ഡോസ് എടുക്കേണ്ട തീയതി നിങ്ങൾക്ക് ഈ സമയം തന്നെ ലഭ്യമാകുന്നതാണ്. ഈ ദിവസം നിങ്ങൾ കൃത്യമായി മനസ്സിൽ ഓർത്തു വെച്ച് 2ാം ഡോസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാം. അതല്ലെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാൻ സാധിക്കുന്ന സൗകര്യമാണ് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു തട്ടിപ്പിനെ കുറിച്ചാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലേക്ക് വാട്സപ്പിലൂടെയും മെസ്സേജ് ആയിട്ടും ഒരു സന്ദേശം, ഒരു പരസ്യം വരുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യം ഇതാണ്: ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്താൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫറിൽ ഈ ഇലക്ട്രോണിക്സ് ഉപകരണം ലഭ്യമാകുമെന്നാണ്. വളരെയധികം മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന പരസ്യങ്ങളാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു ഉദാഹരണത്തിന് 25,000 രൂപയുടെ കമ്പ്യൂട്ടർ 18,000 രൂപക്കാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിനായി അവർ പറയുന്ന കണ്ടീഷൻ, ഒരു 8 ദിവസം മുൻപ് ഈ പണം നിങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. പിന്നീട് 8 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കമ്പ്യൂട്ടർ അവർ നിങ്ങൾക്ക് നൽകുക. എന്നാൽ മാസങ്ങൾ പൂർത്തിയായിട്ടും ഇത്തരത്തിൽ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ആവശ്യപ്പെട്ട ബുക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നില്ല എന്ന വ്യാപകമായ പരാതിയെ തുടർന്ന് നിരവധി കേസുകളാണ് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരസ്യങ്ങൾ വ്യാജമാണ്. ഒരു കാരണവശാലും ഇത്തരം വ്യാജ പരസ്യങ്ങളിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നുള്ളതാണ് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായി വാഹന വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമാണ്. അതായത് ഹെൽമെറ്റ് ധരിച്ചാണ് ഒട്ടുമിക്ക ആളുകളും ബൈക്ക് ഓടിക്കുന്നത്. എന്നാൽ നിങ്ങൾ ധരിക്കുന്ന ഹെൽമെറ്റിൻ്റെ ഗുണനിലവാരം എത്രമാത്രം ഉണ്ട് എന്നതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. BIS മുദ്ര പതിപ്പിക്കാത്ത ഹെൽമെറ്റുകൾ ധരിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾക്കെതിരെ ഫൈൻ അടവാക്കേണ്ടി വരുമെന്നാണ് വാഹന വകുപ്പ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഹെൽമെറ്റ് വാങ്ങുന്ന ആളുകൾ, നിലവിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് BIS മുദ്ര പതിപ്പിച്ച ഹെൽമെറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഹെൽമെറ്റിൽ സ്ട്രാപ്പ് ധരിക്കാത്ത ആളുകൾക്കെതിരെയും ഇത്തരത്തിൽ കുറ്റകൃത്യം ചുമത്തി ഫൈൻ അടവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലുള്ള പരിശോധനയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അഞ്ചാമതായി ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഒരു സുപ്രധാനമായ കാര്യമാണ്. അതായത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാർ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. അവരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ അലവൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സർക്കാരുമായി നിരന്തരം ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവർ നാളെ, അതായത് 2021 മാർച്ച് മാസം 3-ാം തീയതിയായ നാളെ അവർ ആദ്യഘട്ടത്തിൽ സൂചനാ പണിമുടക്കാണ് നാളെ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് VIP വാർഡുകൾ, പേ വാർഡുകൾ അവർ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കും. നോൺ കോവിഡ്, നോൺ എമർജൻസി മീറ്റിങ്ങുകളും ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് ബഹിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർച്ച് 17-നകം അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് സമരത്തെ മാറ്റുമെന്നാണ് ഇവരുടെ സംഘടന പറയുന്നത്. ഇത് ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് ബാധിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആറാമതായി PUBG നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചൈന ആപ്പുകൾ നിരോധിച്ച കൂട്ടത്തിൽ PUBGയും നിരോധിച്ചിരുന്നു. ഇത് കുട്ടികളുടെ മാനസിക സംഘർഷത്തെയും വർദ്ധിപ്പിക്കുമെന്നും കുട്ടികൾക്ക് മറ്റു കുറ്റവാസനകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗെയിമിംഗ് ആപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു ചൈനയുടെ ആപ്പുകൾ നിരോധിച്ച കൂട്ടത്തിൽ തന്നെ ഇന്ത്യ PUBGയും നിരോധിച്ചിരുന്നു. എന്നാൽ ഈ PUBG നിരോധനം നീക്കണമെന്ന് യുവാക്കളുടെ ഇടയിൽ നിന്നും കൗമാരപ്രായക്കാരുടെ ഇടയിൽ നിന്നും നിരവധി ആവശ്യങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ PUBG ഒരിക്കലും നീക്കം ചെയ്യപ്പെടില്ല എന്ന സൂചനയാണ്
എന്നാണ് ഇന്ന് നടന്ന പൊതു പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വളർന്നു വരുന്ന തലമുറക്ക് ദോഷകരമായ ഒരു ആപ്പാണ് എന്നും അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നും ഈ മറ്റു തരത്തിലുള്ള ആപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PUBG വീണ്ടും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് നാളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 6 കാര്യമാണ്. ഈ ഒരു വിവരം ഇത്തരത്തിലുള്ള നല്ല വീഡിയോകൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.